പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് വൈ ഡു ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്? എന്തുകൊണ്ടാണ് ആഫ്രിക്കയിലെ രാജ്യങ്ങൾ നേരായ അതിർത്തി രേഖകൾ പങ്കിടുന്നത് എന്നതായിരുന്നു. അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം. ദ യൂറോപ്യൻസ് ഹു റീച്ച്ഡ് ആഫ്രിക്ക ഇൻ സെർച്ച് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പാർട്ടീഷൻഡ് ദ കോണ്ടിനെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 20th century. പ്രകൃതി വിഭവങ്ങൾ അന്വേഷിച്ച് ആഫ്രിക്കയിലെത്തിയ യൂറോപ്പുകാരന്മാർ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വിഭജിച്ചെടുത്തു. ഓൺ ദ ബേസിസ് ഓഫ് സം എഗ്രിമെൻറ്റ്സ് among the European countries, they divided the African nations amongst themselves by just drawing straight lines on map. അവർ തങ്ങളിൽ പരസ്പരം ഉണ്ടാക്കിയ ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ മാപ്പിൽ ആഫ്രിക്കയുടെ ഭൂപടത്തിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് അവർ ആഫ്രിക്കയെ പകുത്തെടുത്തു. സോ ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബൗണ്ടറി ലൈൻസ്. അതുകൊണ്ടാണ് ആഫ്രിക്കയിലെ രാജ്യങ്ങൾ സ്ട്രെയിറ്റ് ബൗണ്ടറി ലൈൻസ് ഷെയർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇതാണ് ചോദ്യം, വൈ ഡിഡ് ദ യൂറോപ്യൻ നേഷൻസ് പാർട്ടീഷൻ ആഫ്രിക്ക? എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത്? ഉത്തരം, ദിസ് ഇസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദ യൂറോപ്യൻ കൺട്രീസ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവർ ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ കടന്നു കയറി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആഫ്രിക്കയിലും എത്തിയത്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റാലിസം, ഇമ്പീരിയലിസം വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ക്യാപിറ്റാലിസവും ഇമ്പീരിയലിസവും ഒക്കെ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റാലിസം എന്ന് പറഞ്ഞത് ദിസ് ഈസ് ആൻ എക്കോണമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റാലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്. അതായത് ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഉൽപാദനവും വിതരണവും മുതലാളിമാർ തന്നെ നടത്തുന്ന സമ്പദ് വ്യവസ്ഥിതിക്കാണ് ക്യാപിറ്റാലിസം എന്ന് പറയുക. ക്യാപിറ്റാലിസം ഉണ്ടായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ 18ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് ക്യാപിറ്റാലിസം ഉണ്ടായി. ക്യാപിറ്റാലിസം എന്ന് പറയുന്നത് മുതലാളിമാർ ലാഭം ലക്ഷ്യമാക്കി മുതൽ മുടക്കുന്ന അല്ലെങ്കിൽ മൂലധനം ഇറക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ധാരാളം പ്രൊഡക്ഷൻ ഉണ്ടായി. പ്രൊഡക്ഷൻ ഉണ്ടായപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മോർ പ്രൊഡക്ഷൻ ഓർ സർപ്ലസ് പ്രൊഡക്ഷൻ. സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മിച്ചോൽപാദനമാണ്, അമിതമായ ഉൽപാദനമാണ്. അവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അവർ ഉൽപ്പാദിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വിറ്റഴിക്കുന്നതിന് പുതിയ മാർക്കറ്റുകൾ തേടേണ്ടി വന്നു. അങ്ങനെ സെർച്ച് ഫോർ ദെയർ ന്യൂ മാർക്കറ്റ്സ്, പുതിയ വിപണികൾ തേടിയുള്ള അന്വേഷണം. അത് ദാറ്റ് സെർച്ച് റീച്ച്ഡ് ദം ടു ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ്, ലാറ്റിൻ അമേരിക്കൻ ആൾസോ. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അവിടെ എത്തിയ അവർ ആ രാജ്യങ്ങളെ ചൂഷണം ചെയ്തു പലതരത്തിലും. യൂറോപ്പുകാരന്മാരായ രാജ്യങ്ങൾ എക്കോണമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഈ കൊളോണൈസേഷൻ്റെ അടുത്ത ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ യൂറോപ്പിലായിരുന്നു ഫാക്ടറികൾ സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ക്യാപിറ്റാലിസ്റ്റുകൾ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് യൂറോപ്പിലായിരുന്നു. ദേ കളക്റ്റഡ് റോ മെറ്റീരിയൽസ് ഫ്രം കോളനീസ്. കോളനീസ് മീൻസ് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. അപ്പോൾ ഈ കോളനികളിൽ നിന്ന് ദേ കളക്റ്റഡ് raw materials and they using these raw materials they produced finished products, and later these finished products were again sold in these particular colonies for high profit. വളരെ ലാഭത്തിൽ ഇതേ കോളനികളിൽ തന്നെ അവർ ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിറ്റഴിച്ചു. ഇതാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ കൊളോണിയൽ മാസ്റ്റേഴ്സ് വിചാരിച്ചത് ഈ
കോളനികളിലേക്ക് നമുക്ക് ഫാക്ടറികളെ പറിച്ചു നടാം എന്നാണ്. അങ്ങനെ കോളനികളിലേക്ക് നടുന്നതിനുള്ള കാരണം, വൈ ദേ ഷിഫ്റ്റ് ദ ഫാക്ടറീസ് ഫ്രം യൂറോപ്യൻ കൺട്രീസ് ടു കോളനീസ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് കോളനികളിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തത്? അതിൻ്റെ റീസൺ 3 കാര്യങ്ങളാണ്. 1 ചീപ്പ് ലേബർ, 2 അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, 3 ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. അത് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ കോളനികളെ അവർ പൊളിറ്റിക്കലി, എക്കോണമിക്കലി, കൾച്ചറലി അവരുടെ ഡൊമിനൻസ് അടിച്ചേൽപ്പിച്ചു എന്നതാണ്. ദാറ്റ് വാസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം. അതാണ് ഇമ്പീരിയലിസത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫീച്ചർ. ഒരു കോളനിയെ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ സാംസ്കാരികമായോ മേധാവിത്വം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് കൊളോണിയലിസമാകുന്നത്. ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഈ കോളനികളിൽ, ദീസ് കോളനീസ് ഇമ്പോസ്ഡ് ദെയർ ഡൊമിനൻസ് യൂസിങ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സസ്. നിയമവ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ടോ ഭരണരീതികൾ ഉപയോഗിച്ചുകൊണ്ടോ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ടോ ഇവർ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള യൂറോപ്പുകാരന്മാരെ, യജമാനന്മാരായ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള യൂറോപ്പുകാരന്മാരെ കോളനികളെ അടക്കി ഭരിച്ചു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇമ്പീരിയലിസം എങ്ങനെയാണ് കോളനികളെ ബാധിച്ചത് എന്നതാണ്. അതായത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനി രാജ്യങ്ങളെ വർഷങ്ങളോളം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ യൂറോപ്പുകാരന്മാർ കോളനിയാക്കി വെച്ചിരുന്നു. അങ്ങനെ കോളനിയാക്കി വെച്ചപ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്ക് ഈ ഇമ്പീരിയലിസം ഏത് തരത്തിലാണ് അതവരെ അഫക്റ്റ് ചെയ്തത്? ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്? ഈ പോയിന്റുകളാണ് അതിൻ്റെ ഉത്തരം. ശ്രദ്ധിക്കുക ഓരോന്നായിട്ട്. 1. ട്രഡീഷണൽ എക്കോണമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. ഒന്നാമത്തെ പോയിന്റ്, ട്രഡീഷണൽ എക്കോണമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ നഷ്ടമായി, നാശമായി. കോളനികളിൽ നിലനിന്നിരുന്ന പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ നാശമായി, നശിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഇന്ത്യ എടുക്കുക. ഇന്ത്യയിൽ പരമ്പരാഗത വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ, കൃഷി, കൈത്തറി, അങ്ങനെയൊക്കെയുള്ള കയർ വ്യവസായം, ഇതൊക്കെ നശിപ്പിച്ചു. യൂറോപ്പുകാരന്മാർ വന്നപ്പോൾ ഇതൊക്കെ ഇല്ലാതായി. പകരം അവരുടേതായ പുതിയ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫാക്ടറികൾ സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ, ട്രഡീഷണൽ എക്കോണമിക് സിസ്റ്റം, പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ ഇല്ലാതെയായി. രണ്ടാമത്തെ പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വാസ് റീപ്ലേസ്ഡ്. ഭരണവ്യവസ്ഥ, അഡ്മിനിസ്ട്രേറ്റീവ്, ജുഡീഷ്യൽ, നീതിന്യായം, നീതിന്യായ വ്യവസ്ഥകൾ അവർ റീപ്ലേസ് ചെയ്തു, മാറ്റിമറിച്ചു, പുനരാവിഷ്കരിച്ചു. ഇവിടെ ഉണ്ടായിരുന്നത് രാജാക്കന്മാരുടെ ഭരണമാണ്, അതവർ മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥ ഓരോ നാട്ടുരാജാവിനും സ്വന്തമായ നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്, അത് മാറ്റി. ഇവിടെ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ലോ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഏകീകൃതമായൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. യൂറോപ്യൻ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു, ഇംഗ്ലീഷുകാരൻ്റെ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. ഇതേപോലെ ഓരോ കോളനികളിലും ഭരണരീതിയിലും ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലും അവർ മാറ്റങ്ങൾ വരുത്തി. മൂന്നാമത്തെ പോയിന്റ്, പീപ്പിൾ ഇൻ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് cash crops in lieu of traditional food crops. കോളനികളിലെ കൃഷിക്കാർ നിർബന്ധിതരായി, കോളനികളിലെ കൃഷിക്കാരെ കൊണ്ട് നിർബന്ധപൂർവം കൃഷി ചെയ്യിപ്പിച്ചു. എന്താ കൃഷി ചെയ്യിപ്പിച്ചത്? ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യിപ്പിച്ചു. ക്യാഷ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാണ്യവിളയാണ്. വിൽക്കുമ്പോൾ നാണയം കിട്ടുന്ന വിളയാണ് നാണ്യവിള. ഇൻ ലിയു ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്, ട്രഡീഷണൽ ഫുഡ് ക്രോപ്സിന് പകരം, പരമ്പരാഗതമായ ഭക്ഷ്യവിളകൾക്ക് പകരം. ഭക്ഷ്യവിള എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വേണ്ടിയല്ല, കഴിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിള, ഫുഡ് ക്രോപ്പ്. വിൽക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നത് ക്യാഷ് ക്രോപ്പ്. അപ്പോൾ ഇന്ത്യയിലെ കർഷകർ അല്ലെങ്കിൽ കോളനികളിലെ കർഷകരെ കൊണ്ട് നിർബന്ധപൂർവം ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യിപ്പിച്ചു എന്നർത്ഥം. അടുത്ത പോയിന്റ്,
പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. കോളനികളിൽ പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും, പോവർട്ടി ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇൻക്രീസ് ചെയ്തു, വർദ്ധിച്ചു. ഇമ്പീരിയലിസത്തിന്റെ ഫലമായിട്ട് കോളനി രാജ്യങ്ങളിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. ഇന്ത്യയുടെ ചരിത്രം തന്നെ നോക്കുക. പലതവണ ബ്രിട്ടീഷ് ഭരണകാലത്ത്, ബ്രിട്ടീഷുകാരന്മാരുടെ ഭരണകാലത്ത് പലതവണ പട്ടിണി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബംഗാൾ അടക്കമുള്ള ഭാഗങ്ങളിൽ. അടുത്ത പോയിന്റ്, നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളെ വൻതോതിൽ ചൂഷണം ചെയ്തു. ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം അവർ കൊണ്ടുപോയി എന്നർത്ഥം. പ്രകൃതി വിഭവങ്ങളെ വൻതോതിൽ ചൂഷണം ചെയ്തു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. അടുത്ത പോയിന്റ്, ഇൻഡിജീനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. നോക്കുക, ഇൻഡിജീനിയസ് ആയിട്ടുള്ളത്, തദ്ദേശീയമായത്, ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടുള്ളത്, അതാണ് ഇൻഡിജീനിയസ്. ഇന്ത്യയുടെ സ്വന്തമായത് ഇൻഡിജീനിയസ്. ആർട്സ്, കലകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ കലകൾ, നമ്മുടെ ലിറ്ററേച്ചർ, നമ്മുടെ സാഹിത്യം, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഭാഷ, കൾച്ചർ, നമ്മുടെ സംസ്കാരം, എല്ലാത്തിനും അപ്പുറം എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ വിദ്യാഭ്യാസ രീതി, കലകൾ, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ രീതി, ഇതെല്ലാം നശിപ്പിച്ചു യൂറോപ്പുകാരന്മാർ. ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ഇതെല്ലാം നശിപ്പിച്ചു എന്നർത്ഥം. ഒരിക്കൽ കൂടി, ട്രഡീഷണൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്? ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനികളെ ബാധിച്ചത്? ഉത്തരം, ട്രഡീഷണൽ എക്കോണമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ നശിച്ചു. 2, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്. ഭരണ സംവിധാനം, നീതിന്യായ വ്യവസ്ഥ, ഇതൊക്കെ മാറ്റിമറിച്ചു. 3, people in colonies were forced to cultivate cash crops in lieu of traditional food crops. കോളനികളിലെ കർഷകർ ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി. നെക്സ്റ്റ് പോയിന്റ്, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഇതൊക്കെ വർദ്ധിച്ചു. അടുത്തത്, നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്തു. പ്രകൃതി വിഭവങ്ങളെ മൊത്തം ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. ലാസ്റ്റ് പോയിന്റ്, ഇൻഡിജീനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. തദ്ദേശീയമായ കലകൾ, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതൊക്കെ നശിപ്പിച്ചു യൂറോപ്പുകാരന്മാർ, അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇമ്പീരിയലിസം അഫക്റ്റ് ചെയ്തത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായി നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. ഇത് ശ്രദ്ധിക്കുക. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കോസ് കോൺഫ്ലിക്ട്സ് എമംഗ് നാഷൻസ്? വ്യവസായ വിപ്ലവം ക്യാപിറ്റലിസത്തിനും ഇമ്പീരിയലിസത്തിനും കാരണമായി എന്ന് പറഞ്ഞു. ഇവിടെ വ്യവസായ വിപ്ലവം രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾക്കും കാരണമായി. അതെങ്ങനെ എന്നുള്ളത് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ദ ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഒന്നാം ലോകയുദ്ധം, ദ ഫസ്റ്റ് വേൾഡ് വാർ. എന്താണ് വേൾഡ് വാർ? വാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാർ യുദ്ധമാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാം, ഒന്നിലധികം രാജ്യങ്ങളുണ്ടെങ്കിൽ യുദ്ധമുണ്ടാകാം. വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് റീസെൻ്റ്ലി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഇവിടെ വേൾഡ് വാറാണ്. എന്താണ് വേൾഡ് വാർ? വേൾഡ് വാർ എന്ന് പറയുമ്പോൾ മലയാളം ലോകയുദ്ധം എന്നാണ്. ലോകയുദ്ധം എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന യുദ്ധമാണോ?
ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതെ എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് ഈ പറയാൻ പോകുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന യുദ്ധത്തിന് മുമ്പും അതിനു ശേഷവും ലോക ചരിത്രത്തിൽ നിരവധി യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. പണ്ട് കാലം മുതൽ യുദ്ധങ്ങളുടെ ചരിത്രമാണ്. നമ്മൾ മഹാഭാരത യുദ്ധം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ ലോകയുദ്ധമാണ്, വേൾഡ് വാർ. എന്താണ് വേൾഡ് വാർ? വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകയുദ്ധം എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എവരി പാർട്ട് ഓഫ് ദ വേൾഡ് ഓർ ഓൾ ദ കോണ്ടിനെന്റ്സ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് വാർ എന്നാണ് അർത്ഥം. ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളും, എല്ലാ ഭൂഖണ്ഡങ്ങളും നേരിട്ടോ നേരിട്ടല്ലാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത യുദ്ധം എന്നാണ് അർത്ഥം. എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും സൈനികർ ആയുധവും ഏന്തി യുദ്ധത്തിന് പോയി എന്നാവണമെന്നില്ല. പകരം ആ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് വാർ ഓൾസോ. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദിസ് വാർ, ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, റിസൾട്ടുകൾ, ഫലങ്ങൾ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുകയും ചെയ്തു. ലോകയുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. സോ ദിസ് വാർ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ വേൾഡ് വാർ എന്ന് പറയുന്നത്, ലോകയുദ്ധം എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കുക. 1914 മുതൽ 4 വർഷക്കാലം, 18 വരെയുള്ള 4 വർഷക്കാലമായിരുന്നു ഈ യുദ്ധം നടന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ 1914 മുതൽ 18 വരെ, 1914 to 18. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യുദ്ധത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഒന്നാമത്തേത്, അല്ലെങ്കിൽ പ്രധാനമായും പഠിക്കാനുള്ളത്, വാട്ട് വെയർ ദ കോസസ് ഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നതാണ്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാം ലോക യുദ്ധത്തിന് നിരവധി കാരണങ്ങളുണ്ട്. കാരണങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് യുദ്ധത്തിൽ പങ്കെടുത്തവരെ പരിചയപ്പെടാം. ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തത് 2 സൈനിക ചേരികളാണ്. 2 രാജ്യങ്ങളല്ല, 2 സൈനിക ചേരികളാണ്, അല്ലെങ്കിൽ മിലിറ്ററി ഗ്രൂപ്പുകളാണ്, സൈനിക സഖ്യങ്ങളാണ്, മിലിറ്ററി അലയൻസുകളാണ്. അലയൻസ് മീൻസ് സഖ്യം. മിലിറ്ററി അലയൻസുകളാണ്, മിലിറ്ററി ഗ്രൂപ്പുകളാണ്. സൈനിക സഖ്യങ്ങളെന്നോ സൈനിക ചേരികളെന്നോ ഒക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള 2 സൈനിക ചേരികളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. ഒന്നാമത്തേതിൻ്റെ പേര് ട്രിപ്പിൾ അലയൻസ്, രണ്ടാമത്തേതിൻ്റെ പേര് ട്രിപ്പിൾ എൻഡൻഡെ. ഒന്നുകൂടി, ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻഡൻഡെ. അപ്പോൾ ഒന്നാം ലോക യുദ്ധം ഏതെങ്കിലും 2 രാജ്യങ്ങൾ തമ്മിലല്ല, ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ചിലർ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു ചിലർ ഇൻഡയറക്റ്റ്ലിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത 2 സൈനിക ചേരികൾ, മിലിറ്ററി ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ട്രിപ്പിൾ അലയൻസ്, മറ്റൊന്ന് ട്രിപ്പിൾ എൻഡൻഡെ. ഇനി ഹു വെയർ ദ മെമ്പേഴ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം ട്രിപ്പിൾ അലയൻസ്. ട്രിപ്പിൾ അലയൻസിൽ 3 രാജ്യങ്ങളാണ്: ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി. ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി. ഈ ഓസ്ട്രിയ ഹംഗറി എന്നത് ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇത് 2 രാജ്യങ്ങളാണ്. ഓസ്ട്രിയ ഒരു രാജ്യമാണ്, ഹംഗറി ഒരു രാജ്യമാണ്. പക്ഷേ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് 1914 ഇത് ഒറ്റ രാജ്യമാണ്, ഓസ്ട്രിയ ഹംഗറി. അത് മനസ്സിലാക്കുക. ശരി, അപ്പോൾ 3 രാജ്യങ്ങളാണ്. 1 ജർമ്മനി, 2 ഓസ്ട്രിയ ഹംഗറി, 3 ഇറ്റലി. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ട്രിപ്പിൾ അലയൻസ് വെയർ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി. സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ട്രിപ്പിൾ എൻഡൻഡെ. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ട്രിപ്പിൾ എൻഡൻഡെ എന്നാണ്. ഈ ട്രിപ്പിൾ എൻഡൻഡെയിലെ രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ.
ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ UK, യുണൈറ്റഡ് കിങ്ഡം. ഇത് മൂന്നും ഒരു രാജ്യമാണ്. ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK. ഏത് പേര് പറഞ്ഞാലും ശരിയാണ്. ചിലപ്പോൾ മറ്റൊരു സാറ് പറയുമ്പോൾ ഇംഗ്ലണ്ടിന് പകരം ബ്രിട്ടൻ എന്നായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവരുത്. ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, UK. അപ്പോൾ ട്രിപ്പിൾ എൻറ്റൻറ്റയിലെ മെമ്പേഴ്സ് ഓഫ് ട്രിപ്പിൾ എൻറ്റൻറ്റെ വേർ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയുമാണ് ട്രിപ്പിൾ എൻറ്റൻറ്റയിലെ മെമ്പേഴ്സ്. ഇനി നമുക്ക് വാട്ട് വെയർ ദ കോസസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ളത് നോക്കാം. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങൾ നോക്കാം. കാരണങ്ങളിൽ ഒന്നാമത്തേത് ഇതാണ്: അഗ്രസീവ് നാഷണാലിസം. അഗ്രസീവ് നാഷണാലിസം. എന്താണ് അഗ്രസീവ് നാഷണാലിസം? നാഷണാലിസം നമുക്കറിയാം. നാഷണാലിസം ദേശീയതയാണ്. രാജ്യത്തോടുള്ള ഇഷ്ടവും സ്നേഹവും മമതയും പ്രണയവും ഒക്കെയാണ് നാഷണാലിസം എന്ന് നമ്മൾ പറയുന്നത്. അഗ്രസീവ് നാഷണാലിസം. അഗ്രസീവ് നാഷണാലിസത്തിന് മലയാളം തീവ്ര ദേശീയത എന്നാണ്. നമുക്ക് രാജ്യത്തോടുള്ള സ്നേഹം, ബഹുമാനം അതൊക്കെ അതിര് കടന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ രാജ്യം മാത്രം നന്നായാൽ മതിയെന്ന് നമ്മൾ ചിന്തിക്കും. അതിനാണ് അഗ്രസീവ് നാഷണാലിസം എന്ന് പറയുക. സ്വന്തം രാജ്യത്തിൻ്റെ മാത്രം ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കും, അതിനുവേണ്ടി എന്തും ചെയ്യും. ആ ചിന്താഗതിക്കാണ് അഗ്രസീവ് നാഷണാലിസം എന്ന് പറയുക. അങ്ങനെ അഗ്രസീവ് നാഷണാലിസം വാസ് ദ ഫസ്റ്റ് ഓർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോസസ് ഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധം ഉണ്ടാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു അഗ്രസീവ് നാഷണാലിസം. Aggressive nationalists considered their own nations as the supreme and justified whatever be the actions of their nations. അതാണ് കാര്യം. അഗ്രസീവ് നാഷണാലിസ്റ്റുകൾ, തീവ്രദേശീയതയുള്ളവർ, കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻസ്, അവർ അവരുടെ രാജ്യത്തെ പരിഗണിക്കും. എങ്ങനെ പരിഗണിക്കും? ആസ് ദ സുപ്രീം, ഏറ്റവും ഉയർന്നതായിട്ട് പരിഗണിക്കും. രാജ്യത്തിനും അപ്പുറം ഒന്നുമില്ല അവർക്ക്. ആൻഡ് ജസ്റ്റിഫൈഡ് whatever be the actions of their nations. ആ രാജ്യം, തങ്ങളുടെ രാജ്യം എന്ത് ചെയ്താലും അതിനെ അവർ ജസ്റ്റിഫൈ ചെയ്യും, ന്യായീകരിക്കും. ഇതിനാണ് അഗ്രസീവ് നാഷണാലിസം എന്ന് പറയുക. വരച്ച് വെച്ചിരിക്കുക, അണ്ടർലൈൻ ചെയ്യുക ഇത്രയും ഭാഗം. അഗ്രസീവ് നാഷണാലിസ്റ്റ് കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻസ് ആസ് ദ സുപ്രീം. തീവ്രദേശീയതയുള്ളവർ തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്നതായി, മഹത്തരമായി കരുതും. ആൻഡ് ജസ്റ്റിഫൈഡ് whatever be the actions of their nations. എന്നിട്ട് തങ്ങളുടെ രാജ്യം ചെയ്യുന്നത് എന്തിനേയും അവർ ന്യായീകരിക്കും. ഇത്തരം സ്വഭാവത്തെയാണ് അഗ്രസീവ് നാഷണാലിസം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അഗ്രസീവ് നാഷണാലിസത്തെ പ്രൊമോട്ട് ചെയ്യിച്ച ചില മൂവ്മെൻറ്റുകൾ ഉണ്ടായി. വേരിയസ് മൂവ്മെൻറ്റ്സ് ഇൻ യൂറോപ്പ് സച്ച് എസ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ് എക്സെട്ര ഓഫ് ഷൂട്ട് ദ അഗ്രസീവ് നാഷണാലിസം. ഇങ്ങനെയുള്ള ചില മൂവ്മെൻറ്റുകൾ, പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, റിവഞ്ച് മൂവ്മെൻറ്റ് തുടങ്ങിയ മൂവ്മെൻറ്റുകൾ ഈ കാലഘട്ടത്തിൽ അഗ്രസീവ് നാഷണാലിസത്തെ പ്രൊമോട്ട് ചെയ്യിച്ചു. ആ മൂന്ന് മൂവ്മെൻറ്റുകളുടെയും പേരോർത്ത് വെച്ചിരിക്കുക: പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, റിവഞ്ച് മൂവ്മെൻറ്റുകൾ. ഇനി നമുക്ക് എന്താണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, എന്താണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, എന്താണ് റിവഞ്ച് മൂവ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ആദ്യം പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. ഈ സ്ലാവ്, SLAV, സ്ലാവ് എന്ന് പറയുന്ന ഒരു യൂഡേട്ട സ്ലേവ് ആവും. സ്ലേവ് എന്ന വാക്കിന് അടിമ എന്ന അർത്ഥം. സ്ലാവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക റൈസാണ്, ഒരു വർഗമാണ്. അതായത് റഷ്യയിലും ബൾഗേറിയയിലും ഗ്രീസിലും ഒക്കെ ഇതിലുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേക വർഗമാണ്, ആ മനുഷ്യവർഗമാണ് സ്ലാവ് വർഗം. ശ്രദ്ധിക്കുക, റഷ്യ വാണ്ടഡ് ടു യുനൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എക്സെട്ര. സെർബിയയിലും ബൾഗേറിയയിലും ഗ്രീസിലുമൊക്കെയായി ചിന്നിച്ചിതറി കിടക്കുന്ന സ്ലാവ് വംശത്തിലുള്ള ആളുകളെയെല്ലാം ഒരുമിപ്പിക്കുവാൻ, ഒന്ന് യുനൈറ്റ് ചെയ്യിക്കുവാൻ റഷ്യ ആഗ്രഹിച്ചു. ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് അണ്ടർ ഹർ ലീഡർഷിപ്പ്, ഇവരെ എല്ലാവരെയും കിഴക്കൻ യൂറോപ്പിൽ റഷ്യയുടെ നേതൃത്വത്തിൽ സെർബിയയിലും ബൾഗേറിയയിലും ഗ്രീസിലുമായി ചിതറിക്കിടക്കുന്ന സ്ലാവ് വംശജരെ ഒരുമിപ്പിക്കുവാൻ റഷ്യ ആഗ്രഹിച്ചു. ഫോർ ദിസ് ദ പാൻ സ്ലാവ് മൂവ്മെന്റ് വാസ് ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. അങ്ങനെ ഈ ലക്ഷ്യത്തോടെ
റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ച മൊമെൻ്റാണ്. റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ച അഗ്രസീവ് നാഷണാലിസ്റ്റ് മൂവ്മെൻ്റാണ് പാൻസ്ലാവ് മൂവ്മെൻറ്റ്. മനസ്സിലാക്കുക. അപ്പോൾ പാൻസ്ലാവ് മൂവ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചാൽ ദ പാൻസ്ലാവ് മൂവ്മെൻറ്റ് വാസ് ലെഡ് ബൈ റഷ്യ. വാട്ട് വാസ് ദെയർ എയിം? ദെയർ എയിം വാസ് ടു യുനൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ്. ഇത്ര പറഞ്ഞാൽ മതി. ഒരിക്കൽ കൂടി, the Pan-Slav movement was formed by Russia, or formed under the leadership of Russia, and their aim was to unite Slavic people of Serbia, Bulgaria, Greece. റഷ്യയുടെ നേതൃത്വത്തിൽ സെർബിയയിലും ബൾഗേറിയയിലും ഗ്രീസിലുമായി ഉണ്ടായിരുന്ന സ്ലാവ് വംശജരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച അഗ്രസീവ് നാഷണാലിസ്റ്റ് മൂവ്മെൻ്റാണ്, തീവ്രദേശീയ പ്രസ്ഥാനമാണ് പാൻസ്ലാവ് മൂവ്മെൻറ്റ്. രണ്ടാമത്തേത് പാൻ ജർമ്മൻ മൂവ്മെൻ്റ് ആണ്. പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൺ പ്രോവിൻസസ്. ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ലാവെന്ന വംശത്തെക്കുറിച്ച്. അതുപോലെ മറ്റൊരു വിഭാഗമാണ് ട്യൂട്ടോണിക് വിഭാഗം. അങ്ങനെ ട്യൂട്ടോണിക് പീപ്പിളിനെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൺ പ്രോവിൻസസ്. ജർമ്മനി തങ്ങളുടെ മേധാവിത്വം മധ്യ യൂറോപ്പിലും ബാൾക്കൺ പ്രദേശങ്ങളിലും സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഒരിക്കൽ കൂടി, മധ്യ യൂറോപ്പിലും ബാൾക്കൺ പ്രദേശങ്ങളിലും തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ജർമ്മനി ട്യൂട്ടോണിക് വിഭാഗക്കാരെ ഒരുമിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. ദിസ് പാൻ ജർമ്മൻ മൂവ്മെന്റ് കെയിം ഇൻ ടു ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. അങ്ങനെ ജർമ്മനിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ്, തീവ്രദേശീയ പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്. ഒരിക്കൽ കൂടി, ദ പാൻ ജർമ്മൻ മൂവ്മെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റ് വാസ് or this movement formed to unite the Teutonic people. Teutonic പീപ്പിളിനെ യുണൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്തത്. ആൻഡ് ഇറ്റ്സ് എയിം വാസ് ടു എസ്റ്റാബ്ലിഷ് ഡൊമിനൻസ് ഓഫ് ജർമ്മനി ഇൻ ബാൾക്കൺ പ്രോവിൻസസ് ആൻഡ് സെൻട്രൽ യൂറോപ്പ്. ബാൾക്കൺ പ്രദേശങ്ങളിലും സെൻട്രൽ യൂറോപ്പിലും ജർമ്മനിയുടെ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിന് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പാൻ ജർമ്മൻ മൂവ്മെന്റ് സ്ഥാപിച്ചത്. അപ്പോൾ പാൻ സ്ലാവ് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ റഷ്യ, പാൻ ജർമ്മൻ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ജർമ്മനി. മൂന്നാമത്തേത് റിവഞ്ച് മൂവ്മെന്റ്. ഇത് ഇപ്പോൾ പറഞ്ഞ രണ്ട് മൂവ്മെന്റുകളിൽ നിന്നും ചെറിയ വ്യത്യസ്തതയുള്ള സ്വഭാവമുള്ള ഒരു മൂവ്മെന്റാണ്. ശ്രദ്ധിക്കുക. ഇൻ 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൾസൈസ്-ലൊറൈൻ, the territories that were under the control of France. അതായത് ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന രണ്ട് പ്രദേശങ്ങളാണ് അൾസൈസ് എന്നും ലൊറൈൻ എന്നും പറയുന്ന രണ്ട് പ്രദേശങ്ങൾ. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അൾസൈസ് എന്നും ലൊറൈൻ എന്നും പറയുന്ന രണ്ട് പ്രദേശങ്ങൾ 1871 ജർമ്മനി പിടിച്ചെടുത്തു. ജർമ്മനി ഒക്കുപ്പൈഡ് Alsace-Lorraine, the territories that were under the control of France in 1871. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ 1871 ജർമ്മനി പിടിച്ചെടുക്കുന്നു. സ്വാഭാവികമായും ഫ്രാൻസിലെ ജനങ്ങൾക്ക് ആ പ്രദേശം തിരിച്ചിങ്ങ് പിടിക്കണം എന്നൊരു മോഹമുണ്ടാകും. ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ്, the revenge movement was formed under the leadership of France. റിവഞ്ച് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രതികാര പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ കയ്യിലിരുന്ന, ഫ്രാൻസിന്റെ കയ്യിലിരുന്ന അൾസൈസും ലൊറൈനും ജർമ്മനി പിടിച്ചുകൊണ്ട് പോയപ്പോൾ ജർമ്മനിയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന പ്രതികാര ബുദ്ധിയോടെ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് റിവഞ്ച് മൂവ്മെന്റ്. അപ്പൊ റിവഞ്ച് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ഫ്രാൻസ്. റിവഞ്ച് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ഫ്രാൻസ് and their aim was to regain Alsace and Lorraine from Germany. Their aim was to regain Alsace, Lorraine from Germany. ജർമ്മനിയുടെ കയ്യിൽ നിന്ന് അൾസൈസ് എന്നും
ലൊറൈൻ എന്നും പേരുള്ള പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുകയായിരുന്നു റിവഞ്ച് മൂവ്മെന്റിന്റെ ലക്ഷ്യം. ഒരിക്കൽ കൂടി, there are several causes responsible for the First World War. One among them, or the most important among them, was aggressive nationalism. Aggressive nationalism, which means these people, or the aggressive nationalists, considered their own nations as the supreme and justified whatever be the actions of their nations. ഒന്നാം ലോക യുദ്ധത്തിന് നിരവധി കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് തീവ്രദേശീയത. തീവ്രദേശീയത എന്ന് പറയുന്നത്, ആ തീവ്രദേശീയത ഉള്ള വിഭാഗം ആളുകൾ അവരുടെ രാജ്യത്തോട് അമിതമായ ദേശസ്നേഹമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായവർ കാണും, ഏറ്റവും പ്രാധാന്യം രാജ്യത്തിന്, രാഷ്ട്രത്തിന് കൽപ്പിക്കും. രാഷ്ട്രം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അവർ ന്യായീകരിക്കും. ഈ കാലഘട്ടത്തിൽ സെവറൽ മൂവ്മെന്റ്സ് ഇൻ യൂറോപ്പ് സച്ച് as പാൻസ്ലാവ്, പാൻ ജർമ്മൻ, റിവഞ്ച് മൂവ്മെന്റ് എക്സെട്ര offshooted the aggressive nationalism. ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ, നിരവധി മൂവ്മെന്റുകൾ, പാൻ ജർമ്മൻ മൂവ്മെന്റും റിവഞ്ച് മൂവ്മെന്റും പാൻസ്ലാവ് മൂവ്മെന്റും ഒക്കെ ഇത്തരത്തിൽ അഗ്രസീവ് നാഷണാലിസം വളർത്തിയ മൂവ്മെന്റുകളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഓരോ മൂവ്മെന്റുകളെ കുറിച്ചുമാണ്. പാൻസ്ലാവ് മൂവ്മെന്റ്. പാൻസ്ലാവ് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ റഷ്യ, ആൻഡ് റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എക്സെട്ര. സെർബിയയിലും ബൾഗേറിയയിലും ഗ്രീസിലുമുള്ള സ്ലാവ് വംശജരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യ രൂപീകരിച്ചതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. പാൻ ജർമ്മൻ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ജർമ്മനി, ആൻഡ് Germany planned to unite Teutonic people, and they wished to establish their dominance in Central Europe and Balkan provinces. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായതാണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്. ട്യൂട്ടോണിക് വംശജരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് പാൻ ജർമ്മൻ മൂവ്മെന്റ് ഉണ്ടായത്. ബാൾക്കൻ പ്രദേശങ്ങളിലും സെൻട്രൽ യൂറോപ്പിലും അധികാരം നേടിയെടുക്കുവാൻ ജർമ്മനി ആഗ്രഹിച്ചു. റിവഞ്ച് മൂവ്മെന്റ്. ജർമ്മനി ഒക്കുപ്പൈഡ് അൽസൈസ് ലൊറൈൻ ഇൻ 1871 ഫ്രം ഫ്രാൻസ്. ഫ്രാൻസിന്റെ കയ്യിലിരുന്ന അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ 1871 ജർമ്മനി പിടിച്ചെടുക്കുന്നു. ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ്, ഫ്രാൻസ് ഗേവ് ലീഡർഷിപ്പ് ടു എ മൂവ്മെന്റ് ദാറ്റ് ഈസ് നോൺ ആസ് റിവഞ്ച് മൂവ്മെന്റ്. ഈ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസ് നയിച്ച പ്രസ്ഥാനമാണ് റിവഞ്ച് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഈ ഓരോ മൊമെന്റിന്റെയും ലീഡേഴ്സിനെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോവിംഗിലൊക്കെ ചോദിക്കാം. ഒപ്പം ഒരു ചെറിയ ചോദ്യം കൂടി ഉണ്ടാവും. പാൻ സ്ലാവ് റൈസ് or the Slavic people is related to Pan-Slav movement, like that Teutonic people related to Pan-German movement. ഓർത്തിരിക്കുക. സ്ലാവ് എന്നത് വാക്കിൽ തന്നെ ഉള്ളത് കൊണ്ട് സ്ലാവിക് പീപ്പിൾ റിലേറ്റഡ് ടു പാൻ സ്ലാവ് എന്ന് നമ്മൾ എഴുതാൻ പറ്റും. പക്ഷെ പാൻ ജർമ്മൻ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പീപ്പിൾ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ട്യൂട്ടോണിക് പീപ്പിൾ എന്ന് എഴുതുക.